കനുകോലുവിൻ്റെ ഡിസ്കഷൻസിലൊക്കെ പുതിയ ആളുകളെ കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ പരീക്ഷിക്കേണ്ട ആളുകളെ ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിപ്പിച്ചിട്ട് അവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കറിയില്ല, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ എം പിമാരിങ്ങോട്ട് തിരിച്ച് മത്സരിക്കാൻ വരികയാണെങ്കിൽ അത് കോൺഗ്രസിനുള്ളിൽ വലിയൊരു കലഹത്തിന് കാരണമാവില്ലേ? കാരണം വെച്ചാൽ ഇവരൊക്കെ നിരന്തരം പാർലമെന്ററി അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ തന്നെ വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ മത്സരിക്കുന്ന അവസ്ഥയാണ്. അല്ല, ഇത് കോൺഗ്രസിൽ എല്ലാ കാലത്തുള്ള പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ആളുകൾ മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആളുകൾ മാറ്റി നിർത്തുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പോൾ സ്ട്രാറ്റജിസ്റ്റുകളൊക്കെ പലതും പറയും. അതൊന്നുമല്ല കോൺഗ്രസിൽ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ അതിലെ സമവാക്യങ്ങളാണ്. ഇപ്പം AI എന്നുള്ള സമവാക്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് പല രീതിയിലുള്ള സമവാക്യങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ജയിച്ചു കഴിഞ്ഞു, ഇനി മന്ത്രിയാവാം എന്നുള്ള ഒരു 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 ആത്മവിശ്വാസം, അതിൽ നിന്നാണല്ലോ ഈ പ്രശ്നമൊക്കെ വരുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസ്സിലൊരു പുതിയ കാര്യമൊന്നുമല്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എത്രയോ കാലമായിട്ട് കോൺഗ്രസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ സ്ട്രാറ്റജിയൊക്കെ ഉണ്ടാവും. ആദ്യം പ്ലാൻ ചെയ്യും, ഇങ്ങനെയൊക്കെ അവസാനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാറ്റിമറിക്കുന്ന ചില സമവാക്യങ്ങൾ അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അതിലൊരു ഘടകമായിട്ട് മാത്രമേ ഇത് വരുള്ളൂ. പെർഫോമൻസ് അനുസരിച്ചിട്ടൊന്നുമല്ല കോൺഗ്രസ്സിൽ സീറ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കോൺഗ്രസ്സുകാർക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മറ്റു പല ഘടകങ്ങളാണ്. മറ്റേ ഘടകങ്ങൾ അത് സാമുദായിക ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ ഹൈക്കമാൻഡുമായിട്ടുള്ള ബന്ധം, കേരള നേതൃത്വവുമായിട്ടുള്ള ബന്ധം, അങ്ങനെയാണ് പലപ്പോഴും സീറ്റുകൾ കോൺഗ്രസ്സിൽ ലഭിക്കുന്നത്. എപ്പോഴും ഇന്നബിലിറ്റി എന്നൊരു ഘടകം വെച്ച് മാത്രമല്ല ചെയ്തത്. അപ്പം അതുകൊണ്ട് പോൾ സ്ട്രാറ്റജി കനകോലു അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു സ്ട്രാറ്റജി ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല കേരളത്തിലെ കോൺഗ്രസ്സിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിനുള്ളിൽ നോക്കാനുണ്ട്. അത് റീജിയണൽ ബാലൻസ് നോക്കേണ്ടി വരും, കമ്മ്യൂണൽ ബാലൻസ് നോക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു ഘടകം മാത്രമാണ് ഈ പോൾ സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പോൾ ഈ ജയിക്കും എന്നുള്ളത്, വിന്നബിലിറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ സ്വീകാര്യത, ജനങ്ങൾക്കുള്ള സ്വീകാര്യത എന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വേറെ പല ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ ഈ ഒരു MP സ്ഥാനം എന്നുള്ളത്, MP ആയി നല്ല പെർഫോമൻസ് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ, പാർലമെന്റിൽ നല്ല പെർഫോമൻസ് അല്ലല്ല, കേരളത്തിൽ നല്ല പെർഫോമൻസ് കാണുന്നു. കേരളത്തിലെ ഓരോ വീട്ടിലും മരണമുണ്ടാകുമ്പോൾ പോകുന്നു, ഓരോ ജനങ്ങളെ നർച്ചറിങ് ദ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയല്ലോ നമ്മൾ. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന രീതിയിൽ ഉള്ള ഒരു MP. അപ്പോൾ ശശി തരൂരിനെ കുറിച്ചുള്ള വലിയ പരാതി അതാണല്ലോ, അദ്ദേഹം നർച്ചർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം നേരത്തെ സുഭാഷ് പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ഒരു പെർഫോമൻസും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് പെർഫോമൻസാണ് അവർ കാഴ്ചവെക്കുന്നത് എന്നുള്ളത്. ഇപ്പം കാരണം BJP ഗവൺമെൻറ് ഡിസ്കഷൻ ഇല്ലാതെ ആണ് ബില്ലുകളൊക്കെ പാസ്സാക്കുന്നത് നമുക്കറിയാം. കൃത്യമായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. അപ്പം അതിൽ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് പഠിക്കാൻ അവസരമൊന്നുമില്ല. ആകെ ചെയ്യാതെ ഒച്ച വെക്കുക എന്നുള്ളതാണ്. ഒച്ച വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സഭ പിരിച്ചു വിടുന്നു, അല്ലെങ്കിൽ ഇവരെ പിടിച്ച് പുറത്താക്കുന്നു. അപ്പോൾ ആ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം അവിടെ നടത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അവർക്ക്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അവർ ഇപ്പോൾ ഓരോ MP-യും ചെയ്യുന്നത് തന്നെ ഏൽപ്പിച്ച ജോലി എന്നുള്ളത് ലോക്സഭയിലോ രാജ്യസഭയിലോ പോയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, മറിച്ച് തൻ്റെ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഘടകം, അതായത് MP-മാരെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്.